വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. നമ്മൾ രണ്ട് പ്ലേയേഴ്സ് ആയിട്ട് ഹെവി ആയിട്ട് ലിങ്ക് ആയിട്ടുണ്ട്, അതും ഫ്രം റിലയബിൾ സോഴ്സസ്. അപ്പോൾ ആരെക്കുറിച്ച് ആദ്യം പറയും? മാനുവൽ ഉഗാർട്ടയെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. അപ്പം ഉഗാർട്ടെ പലർക്കും അറിയാമായിരിക്കും. ഉറുഗ്വേയുടെ താരമാണ്, 23 വയസ്സ്, PSG താരം. കഴിഞ്ഞ സീസണിലാണ് PSG ജോയിൻ ചെയ്തത്. അപ്പോൾ അതിന് മുമ്പ് സ്പോർട്ടിങ്ങിലായിരുന്ന സമയത്ത് ആഴ്സണലായിട്ടൊരു മത്സരം ഇവർ കളിച്ചിരുന്നു. അപ്പോൾ ആ കളിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉഗാർട്ടെ ഫേമസ് ആയത്. അതിനകത്തുള്ള ക്ലിപ്സും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലിരുന്ന് കറങ്ങാൻ തുടങ്ങി. ഉഗാർട്ടിനെ പറ്റി അങ്ങനെ കൂടുതൽ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ടോട്ടനത്തിനെതിരെയുള്ള ഒരു മത്സരത്തിൽ ഉഗാർട്ട് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ അങ്ങനെ പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്കെതിരെ നല്ല പ്രകടനം കാഴ്ചവെച്ചപ്പോൾ മൂപ്പരങ്ങ് ഫേമസ് ആയി. അതോടുകൂടി തന്നെ പല ക്ലബ്ബുകളും ഉഗാർട്ടിനെ ലക്ഷ്യം വെച്ച് വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് PSG വന്നത്. അങ്ങനെ PSG ജോയിൻ ചെയ്തു. അപ്പോൾ ഒരു വർഷത്തിന് ശേഷം PSG നിർത്തണം എന്നില്ല, അതുപോലെ തന്നെ ഉഗാർട്ടയ്ക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വലിയൊരു റീസണായിട്ട് തോന്നുന്നത് എൻട്രീക്കയുടെ പ്ലേയിങ് സ്റ്റൈലാണ്. ലോയിസ് എൻട്രീക്കയ്ക്ക് പറ്റിയ ഒരു പ്ലെയർ അല്ല ഉഗാർട്ടെ. ഇപ്പോൾ എന്തായാലും ഉഗാർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്, ഡിസ്ട്രോയർ ടൈപ്പ് മിഡ്ഫീൽഡറാണ്. ഇപ്പോൾ ഈ ലൂയിസ് എൻട്രീക്കയുടെ സിസ്റ്റത്തിൽ ഡിസ്ട്രോയർ ടൈപ്പ് മിഡ്ഫീൽഡറിൻ്റെ ആവശ്യമില്ല. ശരിക്കും ഉഗാർട്ടയുടെ കളീനെ നമുക്ക് കസമീറോ ആയിട്ട് തന്നെ കമ്പയർ ചെയ്യാം. കസമീറോ ആയിട്ട് വളരെയധികം സിമിലാരിറ്റി ഉള്ള പ്ലെയറാണ്. പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളിലേക്കൊക്കെ നോക്കി കഴിയുമ്പോൾ ഒത്തിരി ടാക്കിൾസ് ചെയ്യും, ഇന്റർസെപ്ഷൻ കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിലുണ്ട്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ 99% ഉണ്ട് ടാക്കിൾസിൻ്റെ കാര്യത്തിലും ഇന്റർസെപ്ഷൻ്റെ കാര്യത്തിൽ 90% മുകളിലുണ്ട്. അപ്പോൾ അങ്ങനെ ആ രണ്ട് പണികളും വളരെയധികം ചെയ്യുന്ന ഒരു മിഡ്ഫീൽഡറാണ്. അതുപോലെ വളരെ ടെനേഷ്യസ് ആണ്, ഓടി നടന്ന് പണിയെടുക്കും. ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രെഡിൻ്റെയും കസമീറോയുടെ ഒക്കെ ഒരു മിക്സാന്ന് പറയാം. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വലിയൊരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡിങ് ഏരിയൽ എബിലിറ്റിയുടെ കാര്യമൊക്കെയാണ്. ഏരിയയിൽ ആളത്തിരി വീക്കാണെന്നാണ് പൊതുവെ പറയുന്നത്. അതുപോലെ കസമീറോനെ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള പാസിങ് ആക്യുറസി ഒക്കെ ഉണ്ട്. ഇപ്പോൾ കസമീറോയ്ക്ക് കഴിഞ്ഞ സീസണിൽ 81% ഉഗാർട്ടയ്ക്ക് 91% ആണ്. അത് വലിയൊരു വ്യത്യാസം തന്നെയാണെന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ കസമീറോ കളിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കസമീറോയുടെ ഭാഗത്ത് ഒരു മിസ് പാസ് വന്ന് നമ്മുടെ കളി ബ്രേക്കായി വീണ്ടും അവരുടെ കൗണ്ടർ അറ്റാക്ക് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കസമീറോയുടെ അണ്ടറിൽ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അതൊരു വളരെ ഗുണമുള്ളൊരു കാര്യമാണ്. പൊസിഷൻ റീസൈക്കിൾ ചെയ്യാന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഗെയിമിൽ വരേണ്ട വലിയൊരു മാറ്റമാണ്. വെറുതെ ബോൾ കയ്യിൽ നിന്ന് കളയാതെ ഒന്ന് റീസൈക്കിൾ ചെയ്യുക, കളി ഒന്ന് സ്ലോ ആക്കുക, പൊസിഷൻ നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുവരിക. ഈ കാര്യമൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കിനി മുന്നോട്ട് വരുമ്പോൾ. അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലുള്ള പോലെ ഇഷ്ടംപോലെ ഇഞ്ചുറികൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കോബി മൈനുവിൻ്റെയും ബ്രൂണോടൊപ്പം കളിക്കാനായിട്ടാണ് ഉഗാർട്ടെ നോക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒനാനേനെ കാര്യമായിട്ട് നോക്കിയതാണ്. അപ്പോൾ ഈ ഒനാന PSG പോകുന്നുള്ള തരത്തിലാണ് പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഒരു 50 മില്യൺ റേഞ്ചിൽ നമുക്കൊരു പക്ഷേ ഉഗാർട്ടിനെ കിട്ടുമായിരിക്കും. അതുപോലെ പൊതുവേ വരുന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലെയറിനാണെങ്കിലും യുണൈറ്റഡിലേക്ക് വരാൻ താല്പര്യക്കുറവൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ വേഗം കാര്യങ്ങൾ നീക്കുകയാണെങ്കിൽ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റും. അതല്ല വച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ വേറെ ക്ലബ്ബുകളൊക്കെ വന്ന് സൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓവറോൾ 21 വയസ്സൊക്കെ ഉള്ളൂ, ഗ്രോത്ത് പൊട്ടൻഷ്യലൊക്കെ ഉണ്ട്. ഭയങ്കര കിടിലൻ സൈനിങ് ആയിരിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എന്തായാലും കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് ഇൻ വീക്ക് ഔട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് ഇയാളുടെ പ്രസ് റെസിസ്റ്റൻസ് ഒക്കെ എത്രയാണ്, അതുപോലെ തന്നെ ഒത്തിരി 2-3 പേരൊക്കെ പ്രസ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യണത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതാണ്. കാരണം നമ്മുടെ മിഡ്ഫീൽഡിൽ വലിയൊരു പ്രശ്നം നമുക്കറിയാം, പ്രസ് റെസിസ്റ്റൻസ് ഇല്ലാത്ത പ്ലേയേഴ്സാണ്. കോബി മൈനു മാത്രമേ ആ ഒരു 2-3 പേര് ഒന്ന് പ്രസ് ചെയ്താലും കാമായിട്ട് നിൽക്കുള്ളൂ. ബാക്കിയുള്ളവരുടെ കയ്യിലൊക്കെ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ബോംബ് പോലെയാണ്, എത്രയും പെട്ടെന്ന് കയ്യിൽ നിന്ന് കളയാനേ നോക്കുകയുള്ളൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതെങ്ങനെയാണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം എന്തായാലും അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോവാം. ഡിലിറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇന്നലെ ട്രാൻസ്ഫർ ഗോട്ട് ഡേവിഡ് ഓൺസ്റ്റീനൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സീരിയസ് ആയിട്ടുള്ള താല്പര്യമുണ്ട്. അപ്പോൾ ബ്രാന്ത്വൈറ്റിനെ കൂടാതെ നമ്മുടെ മറ്റൊരു ഇൻട്രസ്റ്റ് ആണ് മത്യാസ് ഡിലിറ്റ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 2 സെൻട്രൽ ബാക്കുകളെ സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 പേരെ നമുക്ക് ആവശ്യമാണ്. കാരണം ലിൻഡലോഫ് പോകാന്നുള്ള തരത്തിലും പറയുന്നുണ്ട്. ജോസയുടെ ഫെറാൻ ബാഷയിലേക്കായിരിക്കും മിക്കവാറും പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സെൻട്രൽ ബാക്കുകൾ ആവശ്യമുണ്ട്. പക്ഷേ വലിയൊരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഡിലിറ്റിൻ്റെ ഇഞ്ചുറി റെക്കോർഡിൻ്റെ പ്രശ്നം തന്നെയാണ്. റീസെൻ്റ്ലി ഒക്കെ ബയേൻ്റെ ഒപ്പം ഒത്തിരി ഇഞ്ചുറികളൊക്കെ വന്നതാണ്. അപ്പോൾ അതിനകത്തൊരു ലിഗമെൻ്റ് ഇഞ്ചുറിയാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. കൺസേണിങ് ആണ്. പക്ഷേ തീർച്ചയായും പറയേണ്ട കാര്യം ഡിലിറ്റിന് വെറും 24 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഡിലിറ്റായിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് ലിങ്കുള്ള 5-6 കൊല്ലമായിട്ട്, ശരിക്കും പറഞ്ഞാൽ 2019 നമ്മൾ മഗ്വേറിനെ സൈൻ ചെയ്യുന്ന സമയത്ത് അന്ന് നമ്മൾ ഡിലിറ്റിനെ സൈൻ ചെയ്യാൻ നോക്കിയതാണ്. പക്ഷെ അന്ന് ഇവൻ്റെ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനോറയോളയായിരുന്നു. മിനോറയോള പിന്നീട് മരിച്ചുപോയി. അപ്പോൾ അന്ന് മിനോറയോളയ്ക്ക് ഒട്ടും പുള്ളിയുടെ ക്ലയൻസിനെ യുണൈറ്റഡിലേക്ക് വിടാൻ താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് യുവൻറ്റസിലേക്ക് പോയി. അതിനുശേഷം അവിടെ
ലീഗൊക്കെ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ബയേണിലേക്ക് പോയി. ബയേണിൽ പോയിട്ട് ഫസ്റ്റ് സീസൺ നല്ലതായിരുന്നു, നല്ല പ്രകടനമായിരുന്നു എന്നാണ് ബയേൺ ഫാൻസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതുപോലെ ബയേൺ ഫാൻസ് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിപ്പിക്കുമ്പോൾ ഒക്കെ അല്ലെങ്കിൽ ഫിറ്റായിട്ട് കളിക്കുന്ന സമയത്തൊക്കെ നല്ല കളി കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ലിസാൻഡ്രോയുടെ കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഫിറ്റായിട്ടിരുന്ന് കളിക്കുവാണെങ്കിൽ ടീമിന് ഉപകാരമാണ്, നല്ല കളിയും കളിക്കും. പക്ഷേ ലിസാൻഡ്രോയ്ക്ക് ഇഞ്ചുറി പ്രോണാണ്, ഡിലിറ്റ് ഇഞ്ചുറി പ്രോണാണ്, ജോണിക്കുട്ടൻ ഇഞ്ചുറി പ്രോണാണ്, മഗ്വേറിന് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചുറി വരുന്നുണ്ട്. മഗ്വേറിനായാലും പ്രായം കൂടുകയാണ്. പണ്ട് വന്ന സമയത്ത് ഇഞ്ചുറി ഒന്നും വരാതിരുന്നൊരു പ്ലെയർ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം എന്തായാലും അണ്ടർ 25 പ്ലെയർ ആണ്. ഉഗാർട്ടെ ആണെങ്കിലും സിർക്സി ആണെങ്കിലും ഡിലിറ്റൊക്കെ ആണെങ്കിലും. അതുപോലെ പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലിറ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് സീസൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അയാക്സി കളിച്ച സമയത്തായിരുന്നു. അവർ ആ ഒരു ഗോൾഡൻ പീരീഡ് ടെൻഹാഗിൻ്റെ അണ്ടറിലായിരുന്നു. ടെൻഹാഗിൻ്റെ അണ്ടറിലാണ് ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഡിലിറ്റ് ഒരു സ്റ്റാറായി മാറി. അതിന് ശേഷമുള്ള ഡിലിറ്റിൻ്റെ പ്രകടനമൊന്നും ആ 2019 കണ്ട ആ ഒരു കളിയൊന്നും പിന്നീട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇപ്പം എന്തായാലും ബയേൺ ഫാൻസ് പൊതുവെ പറയുന്ന കാര്യം അങ്ങനെ അവർക്ക് ഒഴിവാക്കണം എന്ന് അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷേ ബോർഡിന് ഒഴിവാക്കണം എന്നാണെന്ന് വെച്ചാൽ ഡിലിറ്റിൻ്റെ വേജസ് വളരെ ഹൈ ആണ്. 300-350K ആണ്. നമ്മളെ സംബന്ധിച്ച് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ റാഷ്ഫോർഡിന് അത്രയും പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേജസ് ഒക്കെ മീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷേ ബയേൺ അതിന് തയ്യാറല്ല. അവരെങ്ങനെയെങ്കിലും വേജസൊക്കെ കുറച്ച് പുതിയൊരു സ്ട്രക്ചറിലേക്ക് മാറാനാണ് അവരുടെ പ്ലാൻ. അതുപോലെ തന്നെ നെതർലൻഡ്സിലൊന്നും അങ്ങനെ കളിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഉള്ള യൂറോ കപ്പിലൊന്നും ബെഞ്ചിലാണ് ഇരിക്കുന്നത്. അവിടെ ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതും എടുത്ത് മെൻഷൻ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ആളുടെ സക്സസ് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ 3 ലീഗുകളിലായിട്ട് 3 ട്രോഫിയൊക്കെ അടിച്ചിട്ടുണ്ട് എന്നുള്ളതും മെൻഷൻ ചെയ്യാവുന്നൊരു കാര്യമാണ്. ഭയങ്കര ലീഡർഷിപ്പാണ്. ആ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളെ ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ബാക്കുകളിലൊക്കെ ലാക്ക് ചെയ്യുന്നൊരു കാര്യം അതാണ്. നമുക്ക് ലീഡർഷിപ്പിൻ്റെ കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ട്. ഭയങ്കര വോക്കലാണ്. അതുപോലെ 19ാമത്തെ വയസ്സിൽ അയാക്സിൻ്റെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇഞ്ചുറിയാണ് കുറച്ച് കൺസേണിങ് ആയിട്ടുള്ളത്. അതുപോലെ നല്ല ഡൗട്ട്ഫുൾ ആയിരുന്നു. പക്ഷേ ബയേൺ ഫാൻസ് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ഒരു പോസിറ്റീവ് ഫീലിംഗ് ഒക്കെ ഡിലിറ്റിനെ കുറിച്ച് തോന്നുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സിർക്സിയുടെ കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. മൊത്തത്തിൽ ഒരു ഡച്ച് പാസമാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.